ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 100-ലധികം മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഹോൾഡ് ചെയ്യുന്ന 3 സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഹോൾഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ സ്റ്റോക്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉള്ളത് കൊണ്ടായിരിക്കും മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ അതിനെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റോക്കുകൾ ഏതാണെന്ന് നോക്കാം. ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ്. ഈ സ്റ്റോക്കുകൾ ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ റെക്കമെൻഡേഷൻ ആയിട്ട് കാണാതിരിക്കുക. ആദ്യത്തെ സ്റ്റോക്ക് ചോളമണ്ഡലം ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് തന്നെയാണ്. 1978 സ്ഥാപിതമായ കമ്പനിയാണ്. വെഹിക്കിൾ ഫിനാൻസ്, അതുപോലെ ഹോം ലോണും SME ലോണും മ്യൂച്വൽ ഫണ്ടും ഇൻഷുറൻസ് ഡിസ്ട്രിബ്യൂഷനുമാണ് ഈ കമ്പനി ചെയ്യുന്നത്. ഒരു NBFC സ്ഥാപനമായിട്ട് കാണാൻ സാധിക്കും. ഈ സ്റ്റോക്കിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 39,673 CR ആണ്. സ്റ്റോക്കിന്റെ പ്രൈസ് 2,113 രൂപയാണ് ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. 52 വീക്കിന്റെ ഹൈ എന്ന് പറയുമ്പോൾ 1,357 രൂപയാണ്. സ്റ്റോക്കിന്റെ PE 18 ആണ്. അതുപോലെ ബുക്ക് വാല്യൂ 666. ഡിവിഡൻഡ് yield നോക്കുകയാണെങ്കിൽ വലിയ ഡിവിഡൻഡ് yield ഇല്ല. ഫേസ് വാല്യൂ 1 രൂപയാണ്. ROയിലേക്ക് നോക്കുമ്പോൾ 19.1% ROI, ROCE 10.6% ROCE നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാർട്ടറിലെ റിസൾട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിൽസ് 8,913 CRന്റെ സെയിൽസ് ഉണ്ട്. അതുപോലെ 2022 3,743 CR ആണ്. നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് 1,362 ആണ് ഈ ക്വാർട്ടറിൽ. അതുപോലെ ഇയർലികൾ കമ്പയർ ചെയ്യുമ്പോൾ 8,887 സെയിൽസ് ഉണ്ടായ 2014 2025 വന്നപ്പോൾ 33,125 കോടിയുടെ സെയിൽസിലേക്ക് ഉയർന്നിട്ടുണ്ട്. സെയിൽസ് കൃത്യമായിട്ട് ഉയരുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ 4,740 ആണ്. കഴിഞ്ഞ ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ 3,851 ആയിരുന്നു. അതുപോലെ തന്നെ 2014 നോക്കുമ്പോൾ 518 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 518 നിന്നാണ് 4,730 CR നെറ്റ് പ്രോഫിറ്റിലേക്ക് ഉയർത്തുവാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. EPS 115.76 ആണ്. ഡിവിഡൻഡ് പേ ഔട്ട് ഇയർലി നോക്കുമ്പോൾ 1% ഡിവിഡൻഡ് പേ ഔട്ടൊക്കെ കാണാൻ സാധിക്കുന്നുള്ളൂ. സെയിൽസ് ഗ്രോത്ത് നോക്കുവാണെങ്കിൽ 3 കൊല്ലത്തിൽ 31% ഉണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റിന്റെ കോമ്പൗണ്ട് പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുമ്പോൾ 3 ഇയർലി 29%, റിട്ടേൺ നോക്കിയിട്ട് 19% 3 ഇയർലി. സ്റ്റോക്കിന്റെ CAGR നോക്കുമ്പോൾ 47% കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലെ റിസർവേഴ്സ് നോക്കുമ്പോൾ 12,496 CR ആണ്. ബോറോൺസ് നോക്കുമ്പോൾ 1,74,366 കോടിയുടെ ബോറോൺസ് കാണാൻ സാധിക്കുന്നു. മറ്റൊന്ന് ക്യാഷ് ഫ്ലോ ആണ്. ക്യാഷ് ഫ്ലോ ഒക്കെ ഓടിച്ചിട്ട് നോക്കാം. ക്യാഷ് ഫ്ലോ 4,413 ആണ് നെറ്റ് ക്യാഷ് ഫ്ലോ. അതുപോലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ പോകുമ്പോൾ പ്രൊമോട്ടേഴ്സ് 50% താഴെയാണ് ഹോൾഡ് ചെയ്യുന്നത്. 46.45%. FIA 17% ഹോൾഡ് ചെയ്യുന്നുണ്ട്. 2022 മുതൽ FIA ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഹോൾഡിംഗ്സ്. DAയും 21.80% DAയുടെ ഹോൾഡിംഗ്സ്. ഗവൺമെന്റ് 0.46% ഉണ്ട്. പബ്ലിക് 13% പബ്ലിക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ്സ് മന്ത്ലിയുള്ള ഡാറ്റയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ജനുവരി 2025 105 കമ്പനികൾ ഹോൾഡ് ചെയ്യുന്നുണ്ടായി. രണ്ടാമത്തെ മാസം 104 കമ്പനി. അതിനുശേഷം മാർച്ചിൽ വന്നപ്പോൾ 107 കമ്പനി, ഏപ്രിൽ 110 കമ്പനി. ഇപ്പോൾ ജൂൺ ക്വാർട്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ജൂൺ മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ 116 കമ്പനികളാണ്, മ്യൂച്വൽ ഫണ്ട് കമ്പനികളാണ് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത്. അത് പ്രധാനമായിട്ടും നമുക്ക് നോക്കാം. മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഉള്ളത് കൊണ്ടായിരിക്കും ഈ സ്റ്റോക്ക് ഇങ്ങനെ ക്രമാതീതമായിട്ട് പുതിയ പുതിയ കമ്പനികൾ ഹോൾഡ് ചെയ്യുന്നത്. മറ്റൊരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ L&T ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതും ഒരു NBFC സ്ഥാപനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റീറ്റെയിൽ ലെൻഡിങ്ങും അതുപോലെ തന്നെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ലെൻഡിങ്ങും മ്യൂച്വൽ ഫണ്ട് കാര്യങ്ങളും ഒക്കെയാണ് ഈ L&T ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലേഷൻ നോക്കുകയാണെങ്കിൽ 50,591 CR ആണ്. സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 203 രൂപയിലാണ്. 52 വീക്കിന്റെ ഹൈ എന്ന് പറയുന്നത് 123 രൂപയാണ്. 52 വീക്ക് ഹൈ. ഡിവിഡൻഡ് yield നോക്കുകയാണെങ്കിൽ 1.34% ഡിവിഡൻഡ് yield ഉണ്ട്. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപ ഫേസ് വാല്യൂ ഉള്ള സ്റ്റോക്ക്. ബുക്ക് വാല്യൂ 102 രൂപയിലാണ്. ബുക്ക് വാല്യൂ മുകളിലായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ROCയിലേക്ക് നോക്കുമ്പോൾ 8.71%. ROE 10.8% ROE നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ക്വാർട്ടറിലെ സെയിൽസ് ഡാറ്റ നമ്മൾ നോക്കുമ്പോൾ 2,947 സെയിൽസിൽ നിന്ന് 4,023 കോടിയുടെ സെയിൽസിലേക്ക് ഉയർന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 636 ആണ് ക്വാർട്ടറിൽ നോക്കുമ്പോൾ. EPS 2.55 ആണ് EPS. ഇയർലിയുള്ള ഡാറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2014 മുതൽ സെയിൽസ് 5,221 കോടിയിൽ നിന്ന് 15,924 കോടിയിലേക്ക് സെയിൽസ് ഉയർത്തിക്കൊണ്ടിരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ OPM എന്ന് നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റീവ് പ്രോഫിറ്റ് മാർജിൻ 60% മറ്റൊന്ന് നെറ്റ് പ്രോഫിറ്റാണ് നോക്കുമ്പോൾ 2,643 CR നെറ്റ് പ്രോഫിറ്റ് 2025 2014 595 കോടിയിൽ നിന്നാണ് ഈ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിട്ടുള്ളത്. EPS എന്ന് പറഞ്ഞ എൻ പെർ ഷെയർ 10.60 അതുപോലെ ഡിവിഡൻഡ് പേ ഔട്ട് 26% കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് നമ്മൾ നോക്കേണ്ടത് കോമ്പൗണ്ട് പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 3 ഇയർലി 46%,
കോമ്പൗണ്ട് സെയിൽസ് ഗ്രോത്ത് 3 ഇയറിൽ 10%. സ്റ്റോക്കിൻ്റെ CAGR നോക്കുമ്പോൾ 43% CAGR നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയറിൽ 11%. ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുമ്പോൾ 23,069 CR റിസർവേഴ്സും ബോറോങ്സ് നോക്കുമ്പോൾ 92,372 കോടിയുടെ ബോറോങ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് നമ്മൾ നോക്കേണ്ടത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. പ്രൊമോട്ടേഴ്സ് 66% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. FIAയുടെ ഹോൾഡിംഗ്സ് എന്ന് പറയുമ്പോൾ 6.11% ജൂണിൽ. മാർച്ചിൽ നോക്കുമ്പോൾ 5.48% അവരുടെ ഹോൾഡിംഗ്സ് അവർ ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. DAയുടെ 13.28% നിന്ന് 14%, 14.10% DAയുടെ ഹോൾഡിംഗ്സ് ഉയർത്തുന്നത്. പബ്ലിക്കിൻ്റെ ഹോൾഡിംഗ്സ് 13.55. മന്തിലുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡാറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജനുവരിയിൽ 86 കമ്പനികൾ ഹോൾഡ് ചെയ്യുന്നുണ്ടായി. ഫെബ്രുവരിയിൽ വന്നപ്പോൾ 80 കമ്പനി, അതുപോലെ തന്നെ ഏപ്രിൽ വന്നപ്പോൾ 78 കമ്പനിയിലേക്ക് കുറയുകയുണ്ടായി. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ ചെറിയ രീതിയിൽ സെല്ലിംഗ് നടന്നിട്ടുണ്ട്. ചില കമ്പനികൾ ഈ സ്റ്റോക്കിനെ സെല്ല് ചെയ്തിട്ടുണ്ട്. വീണ്ടും മെയ്യിൽ വന്നപ്പോൾ 84 കമ്പനികളിലേക്ക് ഇൻക്രീസ് ആകുകയും ജൂണിൽ വന്നപ്പോൾ 99 കമ്പനികൾ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഈ സ്റ്റോക്കിനെ ബൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 99 കമ്പനികൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടിനെ. അപ്പോൾ നമുക്ക് നോക്കാം ഈ കമ്പനിയിലും എന്തെങ്കിലും പോസിറ്റീവ് കാര്യമുള്ളത് കൊണ്ടായിരിക്കും 99 മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഹോൾഡ് ചെയ്യുന്നത്. മറ്റൊരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ആദിത്യ ബിർള ക്യാപിറ്റൽ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 70,550 CR ആണ്. സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 270 രൂപയിലും. 52 വീക്കിൻ്റെ ലോ നോക്കുമ്പോൾ 149 രൂപയും ഹൈ 283 രൂപയാണ്. സ്റ്റോക്കിൻ്റെ P 21.4, ബുക്ക് വാല്യൂ 117 ആണ്. ബുക്ക് വാല്യൂ മുകളിലായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഡിവിഡൻഡ് ഈൽഡ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ROCയിലേക്ക് നോക്കുമ്പോൾ 9.34% ROCയും ROയിലേക്ക് നോക്കുമ്പോൾ 11.6% ROE ഉണ്ട്. ഫേസ് വാല്യൂ ഒരു 10 രൂപ ഫേസ് വാല്യൂ ഉള്ള സ്റ്റോക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്തും മറ്റു കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാം. ക്വാർട്ടർലിയുള്ള ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 2025 12,214 CR ആണ്. അതുപോലെ മാർച്ചിൽ നോക്കുമ്പോൾ 2022 നോക്കുമ്പോൾ 6,617 കോടിയുടെ സെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ക്വാർട്ടർലി പരിശോധിക്കും 31%. നെറ്റ് പ്രോഫിറ്റ് 886 CR. അതുപോലെ തന്നെ 2022 461 CR ആണ് ഉണ്ടായിരുന്നത്. നെറ്റിയുടെ ഇയർലിയുള്ള റിസൾട്ട് പരിശോധിക്കുമ്പോൾ മാർച്ചിൽ 2,710 കോടിയുടെ സെയിൽസ് ഉണ്ടായിരുന്നത് മാർച്ചിലേക്ക് വന്നപ്പോൾ 2025 വന്നപ്പോൾ 40,590 കോടിയുടെ സെയിൽസിലേക്കാണ് കമ്പനി ഉയർന്നിരിക്കുന്നത്. സെയിൽസിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് വളരെ വലിയൊരു വളർച്ചയാണ് കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നമുക്കത് പ്രോഫിറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ 309 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് 2015 കമ്പനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ 2025 വന്നപ്പോൾ 33,410 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റാണ് ഉണ്ടായിട്ടുള്ളത്. ക്രമാതീതമായിട്ടുള്ള ഒരു വളർച്ചയാണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കാര്യത്തിൽ ആദിത്യ ബിർള ക്യാപിറ്റലിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ EPS എന്ന് പറയുമ്പോൾ 12%. അതുകൊണ്ട് സെയിൽസ് ഗ്രോത്ത് 3 കൊല്ലത്തിൽ 22%, പ്രോഫിറ്റ് ഗ്രോത്ത് 3 കൊല്ലത്തിൽ നോക്കുവാണെങ്കിൽ 26%. സ്റ്റോക്കിൻ്റെ CAGR നോക്കുവാണെങ്കിൽ 43% 3 ഇയറിൽ. റിട്ടേൺ ഓൺ ഇക്വിറ്റി 3 കൊല്ലത്തിൽ 16%, ലാസ്റ്റ് ഇയറിൽ 12% കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുമ്പോൾ റിസർവേഴ്സ് എന്ന് പറയുന്നത് 27,782 CR, ബോറോങ്സ് എന്ന് പറയുന്നത് 1,40,009 CR ആയിട്ട് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റും നമ്മൾ നോക്കേണ്ടത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. പ്രൊമോട്ടേഴ്സ് 68% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. FIയുടെ ഹോൾഡിംഗ്സ് കുറവാണ്, 7.83%. FIA ഇതിന് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. 2024 ജൂണിൽ 10% ഉണ്ടായിരുന്നത് ഈ മാർച്ച് 2025 നോക്കുമ്പോൾ 7.83%ലേക്കാണ് കുറച്ചിരിക്കുന്നത്. DAയെ 9.79% ഹോൾഡ് ചെയ്യുന്നുണ്ട്. DAയുടെ ഹോൾഡിംഗ്സ് ഇൻക്രീസ് ആയി വരുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. പബ്ലിക് 13% പബ്ലിക് ഹോൾഡ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട് ഡാറ്റ നമ്മൾ നോക്കുവാണെങ്കിൽ മന്ത്ലിയിലുള്ള ഡാറ്റ നോക്കുവാണെങ്കിൽ 2025 ജനുവരിയിൽ 91 കമ്പനികൾ ഹോൾഡ് ചെയ്യുന്നുണ്ടായി. ഫെബ്രുവരി വന്നപ്പോൾ 93, മാർച്ചിൽ 98 കമ്പനികൾ, ഏപ്രിൽ 102, മെയ്യിൽ 108, അതുപോലെ ജൂണിൽ വന്നപ്പോൾ 122 കമ്പനികളാണ് ഈ സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യുന്നത്. ജൂണിലെ ഡാറ്റ മാത്രം നോക്കുവാണെങ്കിൽ 122 മ്യൂച്വൽ ഫണ്ട് കമ്പനികളാണ് ഈ സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യുന്നത്. ടൈറ്റ് ആയിട്ടുള്ള ഹോൾഡിംഗ്സ് ആണ്. ഹോൾഡിംഗ്സ് ഇൻക്രീസ് ആയി വരുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ക്രമാതീതമായിട്ട് ഇൻക്രീസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 100-നടുത്തും അതുപോലെ 100-ൽ കൂടുതലുമായിട്ടാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഈ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റിവിറ്റി കാര്യം ഈ സ്റ്റോക്കിൽ ഉള്ളത് കൊണ്ടായിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. കാരണം ഇത് NBFC കമ്പനിയാണ്, ലോണുകൾ കൊടുക്കുന്ന കമ്പനിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ ഈ സ്റ്റോക്കുകളൊന്ന് ഡീപ്ലി അനലൈസ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ്. ഈ സ്റ്റോക്കുകൾ ബൈ ചെയ്യാനുള്ള സെല്ല് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ ആയിട്ട് കാണാതിരിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന് തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.